നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ സംതൃപ്തരാണോ? അല്ല എന്നായിരിക്കും പലരുടെ ഉത്തരം. എനിക്കറിയാം. സംതൃപ്തരല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ ജോലി അങ്ങ് രാജിച്ചാൽ പോരെ. ഒന്ന് പോടാ അവിടെ നിന്ന്. അങ്ങനെ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് രാജിവെച്ച് ഇറങ്ങാനും പറ്റില്ല എന്ന് എനിക്കറിയാം. പല മോട്ടിവേഷൻ സ്പീക്കേഴ്സും പറയുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങളൊരു ജോലിയിൽ സംതൃപ്തരല്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ടെൻഷനോ പ്രഷറോ തരുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ അത് ക്വിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വരണമെന്ന്. പക്ഷേ നിങ്ങളുടെ ജീവിത സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് അതിന് രാജിവെക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറിയൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ജോലിയിൽ നിൽക്കുകയാണ്, പക്ഷേ ആ ജോലി നിങ്ങൾക്ക് തീരെ താല്പര്യമല്ല, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ചാടുകയും വേണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കില്ല് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ജോലി എന്താണ്, ഏതിൽ നിന്നാലാണ് നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതിനെ പറ്റിയൊക്കെ നന്നായിട്ട് റിസർച്ച് ചെയ്യുക. അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിച്ച് നിങ്ങളുടെ ഒരു ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. കാരണം ഇപ്പോൾ ഫ്രീലാൻസേഴ്സിന് ഒരുപാട് അവസരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇനി ഫ്രീലാൻസ് അല്ല, ഒരു കമ്പനിയിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ജോലി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ കമ്പനീസ് ആണ് നല്ലതുള്ളത് എന്നുള്ളത് നോക്കുക. ആ കമ്പനീസിലേക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻസ് അയക്കുക. അതുപോലെ തന്നെ അവിടുത്തെ സാലറി സ്കെയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഈ ഒരു ജോലി ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന അതേ സാലറി, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നടക്കും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇവിടുന്ന് ക്വിറ്റ് ചെയ്തിട്ട് അവിടേക്ക് പോവുക. എന്തുകൊണ്ടാണ് ഒരു ജോലിയിൽ നിന്ന് തന്നെ നിങ്ങളുടെ സ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് അത് ക്വിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോലി തരാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഒരു ജോലി ഇല്ലാത്ത ഒരുത്തനെ സമൂഹം, എന്തിന് സ്വന്തം വീട്ടുകാർ പോലും ഒരു വിലയും തരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആകെ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നുകൊണ്ടിരിക്കുക, അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയിട്ട് ആരോടും പറയാതിരിക്കുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിലൊക്കെ ഓക്കെ ആണ്, അവിടേക്ക് പോയി കഴിഞ്ഞാലും വേറെ ആരും ഒന്നും നിങ്ങളെ പറ്റി പറഞ്ഞ് നിങ്ങളെ തളർത്തില്ല എന്ന് ഉറപ്പായതിനു ശേഷം മാത്രം അത് ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറാം. ഇതിലേക്ക് മാറിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഫൈനാൻഷ്യലി ഓക്കെ ആണ്. രണ്ടാമത്തത്, നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് ഭയങ്കര ഒരു റിലാക്സേഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ തന്നെ നിങ്ങളുടെ ഏരിയ ഏതാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അതിന് സ്കോപ്പുകൾ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. സ്കോപ്പില്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിന് വെറുതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലും ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ചിന്തിച്ച് തീരുമാനിക്കുക. കാരണം നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്.